ക്രിസ്തുമസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ MS സൊല്യൂഷൻസ് സിഇഒയെ ക്രൈംബ്രാഞ്ച് ഇന്ന് ചോദ്യം ചെയ്തേക്കും. വീഡിയോ തയ്യാറാക്കിയ അധ്യാപകരെയും ചോദ്യം ചെയ്യും. ഇന്നത്തെ SSLC കെമിസ്ട്രി പരീക്ഷയുടെ സാധ്യതാ ചോദ്യങ്ങളുമായി വീണ്ടും ലൈവിലെത്തി MS സൊല്യൂഷൻ സിഇഒ ഷുഹൈബ്. റിയാസ്, ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. വീണ്ടും അവർ ലൈവിലെത്തിയിരിക്കുന്നു. ഇന്നലെ എന്തൊക്കെയാണ് ഈ ലൈവിൽ ഈ സിഇഒ ഷുഹൈബ് പറഞ്ഞിരിക്കുന്നത്? ഇന്ന് കൂടുതൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും. കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? അതിന് ഈ ക്രിസ്തുമസ് പരീക്ഷ എന്നല്ല ഏത് പരീക്ഷയുടെയും ചോദ്യപേപ്പർ ചോരുന്നത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ക്രിസ്തുമസ് പരീക്ഷ അവസാന പാദവർഷ പരീക്ഷയാണ്. അത് പിന്നീട് ഇനിയിപ്പോൾ പൊതുപരീക്ഷയിലേക്കാണ് കുട്ടികൾ പോകാനിരിക്കുന്നത്. അതിനിടെയാണ് ഈ MS സൊല്യൂഷൻ എന്ന് പറയുന്ന കൊടുവള്ളിയിൽ പ്രവർത്തിക്കുന്ന ഈ ട്യൂഷൻ പരിശീലന കേന്ദ്രം, അതിൻ്റെ അധികൃതർ നേരത്തെ തന്നെ ഇംഗ്ലീഷ് ഒപ്പം തന്നെ കണക്കുൾപ്പെടെയുള്ള ചോദ്യപേപ്പറുകളുടെ അതായത് അവർ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ എന്ന് പറയുന്ന അവരുടെ യൂട്യൂബ് ചാനലിലെ പരിപാടിയിലൂടെ അവർ ഏകദേശം 60 മാർക്കിനടുത്തുള്ള ചോദ്യങ്ങളാണ് എന്നാണ് KSU അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. അവർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ അത്തരം ചോദ്യങ്ങൾ തന്നെയാണ്, സമാനമായ ചോദ്യങ്ങൾ തന്നെയാണ് പരീക്ഷയിൽ വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. അത് കൃത്യമായി ചോദ്യപേപ്പർ ചോർന്നു എന്നുള്ള ഒരു ആരോപണമാണ്. ആ ആരോപണം അത് വസ്തുതയാണ് എന്ന് സ്ഥിരീകരിച്ചത് വിദ്യാഭ്യാസ വകുപ്പ് തന്നെയാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി തന്നെയാണ് അത് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം വിദ്യാഭ്യാസ വകുപ്പും ഒപ്പം തന്നെ വകുപ്പ് തല അന്വേഷണവും ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണവും എല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. എന്നാൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഇന്നലെ രാത്രി ഈ ഷുഹൈബ്, ഇതിൻ്റെ CEO ആയിട്ടുള്ള MS സൊല്യൂഷൻ്റെ CEO ആയിട്ടുള്ള ഷുഹൈബ് ഇന്നലെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട് വന്ന് അത് കൃത്യമായി തന്നെ യൂട്യൂബിൽ ലൈവുമായി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ്, ഒപ്പം തന്നെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ വകുപ്പ് തല അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് ആ അന്വേഷണങ്ങളെല്ലാം തന്നെ അതായത് പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം വെല്ലുവിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ക്രൈംബ്രാഞ്ച് ഈ ഷുഹൈബിനെ ചോദ്യം ചെയ്യും എന്നുള്ള സൂചനകളാണ് ക്രൈംബ്രാഞ്ചിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. കൃത്യമായ രീതിയിൽ തന്നെ ഷുഹൈബിനെ ചോദ്യം ചെയ്തുകൊണ്ട് തുടർന്നുള്ള നടപടികളിലേക്ക് നീങ്ങുക, അതിൽ നിന്നും എന്തെങ്കിലും കൂടുതൽ ശക്തമായ തെളിവുകൾ ലഭിക്കുകയാണെങ്കിൽ ഷുഹൈബിനെ കസ്റ്റഡിയിൽ ഉൾപ്പെടെ എടുത്തുകൊണ്ടുള്ള തുടർ നടപടികളിലേക്ക് നീങ്ങുക എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്തു നിന്നും ഇന്ന് നടത്തുന്ന ഒരു നീക്കം. അതേപോലെ തന്നെ നേരത്തെ തുടക്കത്തിൽ ഈ വിഷയം ഉന്നയിച്ച് KSU സമരരംഗത്ത് വന്നപ്പോൾ അവർ ആവശ്യപ്പെട്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ MS സൊല്യൂഷൻ്റെ യൂട്യൂബ് ചാനൽ അതിൻ്റെ സംപ്രേഷണം തടയണമെന്നുള്ളതാണ്. അത് ഒരു ജില്ലാ പോലീസ് മേധാവി വിചാരിച്ചാൽ തടയാൻ സാധിക്കുന്ന ഒരു കാര്യം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അത് തടഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ് ഇന്നലെ രാത്രി ഈ ഷുഹൈബ് അന്വേഷണ ഏജൻസികളെ എല്ലാം തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് രംഗത്ത് വരുന്ന ഒരു സാഹചര്യം യൂട്യൂബ് ചാനലിലൂടെ കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം എത്തരത്തിലാകും എന്നുള്ളത് ഇനി കണ്ടറിയേണ്ട കാര്യമാണ്. അതിൽ യാസ്, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞിരുന്നു ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശനമായിട്ടുള്ള ഒരു നടപടി സ്വീകരിക്കുമെന്ന്. ഈ MS സൊല്യൂഷന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു വിശദീകരണം ഈ ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉണ്ടായിട്ടുണ്ടോ? ഇനിയുള്ള ഒരു തുടർ നടപടികൾ എങ്ങനെയായിരിക്കും? MS സൊല്യൂഷൻ അധികൃതർ വ്യക്തമാക്കുന്ന ഒരു കാര്യം കേവലം ഒരു ഇത്തരത്തിൽ ഞങ്ങളെ മാത്രം വേട്ടയാടുന്നു എന്നുള്ളതാണ്. അതിന് പകരം ഒരു വിപുലമായൊരു അന്വേഷണം MS സൊല്യൂഷൻ അല്ലാതെ മറ്റ് സ്വകാര്യ ട്യൂഷൻ പരിശീലന കേന്ദ്രങ്ങളും ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ആരോപണം ശക്തമാണ്. അതിന് വിദ്യാർത്ഥി സംഘടനകൾ കഴിഞ്ഞ വർഷത്തെ ഓണപ്പരീക്ഷയും ഒപ്പം തന്നെ കഴിഞ്ഞ വർഷത്തെ ക്രിസ്തുമസ് പരീക്ഷയിലും ഉൾപ്പെടെ ചില സ്വകാര്യ ട്യൂഷൻ പരിശീലന കേന്ദ്രങ്ങൾ ഇത്തരത്തിൽ ചോദ്യപേപ്പർ ചോർത്തിയിട്ടുണ്ട് എന്നുള്ള ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. അത് സംബന്ധിച്ച് ഒരു അന്വേഷണം നടക്കുന്നില്ല എന്നാണ് MS സൊല്യൂഷൻ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് ഇതിൽ തങ്ങളെ മാത്രം വേട്ടയാടുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്, വിപുലമായ അന്വേഷണം വേണമെന്നാണ് അവർ ആവശ്യപ്പെടുന്നത്. ഏത് രീതിയിലും അന്വേഷിക്കാം എന്ന് അവർ പറയുമ്പോഴും കൃത്യമായ ഒരു അന്വേഷണം നിലനിൽക്കുമ്പോൾ തന്നെ അവർ വെല്ലുവിളിച്ച് വീണ്ടും കെമിസ്ട്രി പരീക്ഷയുടെ ചോദ്യപേപ്പറുമായി ബന്ധപ്പെട്ട ഒരു പരിപാടി ഇന്നലെ വീണ്ടും അവരുടെ യൂട്യൂബ് ചാനലിൽ വന്നിരിക്കുന്നു എന്നുള്ളത് ഏറെ ഗൗരവകരമായ കാര്യമാണ്. ശരി, റിയാസ് KMR ആണ് വാർത്തയുടെ സമഗ്രമായിട്ടുള്ള വിവരങ്ങൾ നൽകിയത്.